ഇന്നലെ വാങ്ങിച്ച പൂവാണ്. അരവിന്ദന് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. അരവിന്ദ് അതെനിക്ക് തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ എന്നിട്ട് ഞാനിതിൽ അറേഞ്ച് ചെയ്തിട്ടു. ഇതിൽ ഒയാസിസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് വെച്ചിട്ട് ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയി കഴിച്ചു. കുറേ നാളായില്ലേ എന്നെ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കാം. ഇതിവിടെ വെക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ. കുണാൽ കപൂർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു ആക്ടറാണ്. പുള്ളിയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ, പിൻ കോഡ് എന്ന് പറഞ്ഞിട്ട്. നല്ലൊരു കോൺസെപ്റ്റാണ്. ഇത് വെക്കട്ടെ കേട്ടോ. ഇവിടെ കൈവേനെടുക്കും. അങ്ങനെ പൂക്കളൊക്കെ ആയിട്ട്, പനിനീർ പുഷ്പങ്ങളൊക്കെ ആയിട്ട് ആഘോഷിച്ചു. പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ? ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാവേ. ഇപ്പോൾ നമ്മൾ 30 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. ഇതിനകത്ത് ഞാൻ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ അനുഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്ത് വരുന്നത് തന്നെയാണ് ജീവിതം. അതിന് യാതൊരു സംശയവുമില്ല. നമ്മളതൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു മനോഹാരിത മനസ്സിലാകുന്നതും നമ്മളെന്തോ അച്ചീവ് ചെയ്തു എന്നുള്ള തോന്നലുണ്ടാകുന്നതും, അല്ലേ? പണ്ടൊക്കെ ആൾക്കാർക്ക് ജീവിതം തള്ളി നീക്കാൻ അത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ എന്താ പാട് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വിചാരിക്കും, അയ്യോ അവർക്ക് വാഷിംഗ് മെഷീൻ ഇല്ല, അവർക്ക് അരകല്ലില്ല, അവർക്ക് ആട്ടുകല്ലാണ്, അവർക്ക് മിക്സി ഇല്ല. അപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അലക്കുകല്ല്, ആട്ടുകല്ല്, അരകല്ല്. ഇതൊക്കെയാണല്ലോ അവർ നമ്മുടെ അമ്മമാർക്ക് മുന്നുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അമ്മമാരും കുറേ നാളുകളോളം അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ 9th സ്റ്റാൻഡേർഡിലാണ് ഞങ്ങളുടെ വീട്ടിൽ ഗ്യാസ് വന്നത്. ആ വർഷം തന്നെയാണ് അമ്മ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നതും മിക്സി വാങ്ങിക്കുന്നതും ഒക്കെ. അപ്പോൾ അതായത് എനിക്കൊരു 13 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഇതെല്ലാം വീട്ടിൽ വരുന്നത്. അപ്പോൾ 13 വർഷത്തോളം എൻ്റെ അമ്മയും ഇതൊക്കെ ആയിരിക്കില്ലേ ഉപയോഗിച്ചിട്ടുണ്ടാവുക, അരകല്ലും ആട്ടുകല്ലും ഒക്കെ. പിന്നെ അമ്മയാണെങ്കിൽ ഇങ്ങനെ അശു പോലെ ഇരുന്നിരുന്നത്. വലിയ ആരോഗ്യമൊന്നുമില്ല. എൻ്റെ അത്ര ആരോഗ്യമൊന്നും അമ്മയ്ക്കില്ല. വല്യമ്മച്ചിയുടെ ആരോഗ്യമാണ് എനിക്കെന്ന് ഞാൻ പറയാറില്ലേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ കഥകൾ അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത്. എവിടെ വിട്ടോ അവിടെ നിന്ന് ഞാനങ്ങ് തുടങ്ങിയാൽ നിങ്ങൾ ക്യാച്ചപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഓക്കെ, സോ ഇത്രയും വർഷത്തെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി 30ാമത്തെ ആയി. അപ്പം ചേച്ചി എന്താണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് എന്ന് എന്നോടൊരു പയ്യൻ ചോദിച്ചു. DM വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചു, റിലേഷൻഷിപ്സിനെ പറ്റിയിട്ട് ആകെ ചേച്ചി എന്താ പറയുന്നതെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒരു എഴുതി വെച്ച പുസ്തകം പോലെ റിലേഷൻഷിപ്പ്, എൻ്റെ അരവിന്ദിൻ്റെയും റിലേഷൻഷിപ്പ് ആണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറയട്ടെ, അതിൽ മനോഹരമായതാണ് നിങ്ങളുടേതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവില്ലേ? അതാണ് ആ റിലേഷൻഷിപ്പിൻ്റെ സക്സസ്. ഇപ്പം എനിക്കും അരവിന്ദിനും ഉള്ള ഗൈഡ്, അതായത് ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിച്ച ഫോർമുല നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇവിടെ മാത്രം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരേപോലെ ആയിരിക്കില്ല ദൈവം അച്ചടിച്ച് വിട്ടേക്കുന്നത്. ഞങ്ങൾ കോളേജിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരെയൊക്കെ മാറ്റി ഇരുത്തും. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പി അടിക്കാതിരിക്കാൻ. ഒരേ ക്ലാസ്സിൽ കെമിസ്ട്രി ആണെങ്കിൽ പരീക്ഷയെങ്കിൽ അപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഇയർ ബയോളജീനെ കൊണ്ടുവന്നിരുത്തും. സെക്കൻഡ് ഇയർ PDCയുടെ കെമിസ്ട്രിയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കണമെങ്കിൽ. അപ്പോൾ എൻ്റെ പേപ്പർ നോക്കി അവിടെ അവനെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെയും ചിലരപ്പോൾ വിചാരിക്കുക, എന്നാലും ചേച്ചി ക്വസ്റ്റ്യൻ പേപ്പർ ഒരേപോലെ ഉണ്ടാവുമല്ലോ എന്ന്. പക്ഷേ ദൈവത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരേപോലെയേ അല്ല കേട്ടോ. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ്, ഞാൻ എഴുതിയ ആൻസേഴ്സ് നിങ്ങൾക്ക് ഒരിക്കലും പകർത്തി എഴുതാൻ പറ്റില്ല. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ആ സന്ദർഭം അനുസരിച്ചായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിനെ കാണേണ്ടതും നമ്മൾ മുമ്പോട്ട് പോകേണ്ടതും. ആ സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കണമെന്ന്. കുറേ നാളുകൾ മുമ്പ് എന്നെ ആരെങ്കിലും റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഉത്തരം അവിടെ കൊടുത്ത് അവിടെ നിന്ന് അങ്ങനെ അങ്ങ് നടന്നു പോകും. മനസ്സിലായോ? അതാണ് എൻ്റെ ഒരു രീതി. അല്ലാതെ കണ്ട് ഞാനത് മനസ്സിൽ വെച്ച് ഇയാൾ എന്നെ പണ്ട് ഡിസ്റെസ്പെക്റ്റ് ചെയ്തതാണ്, ഇവനിട്ട് 2 കൊടുക്കണം എന്ന് കരുതി ഞാൻ നേരെ അങ്ങോട്ടൊന്നും അറ്റാക്ക് ചെയ്യില്ല. എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്താൽ ഞാൻ അവരെ അവോയ്ഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. അതായിരിക്കണം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്. പക്ഷെ ചിലരെങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യില്ല.
ചിലർ വന്നിട്ട് പിന്നെയും പിന്നെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ നിന്ന് കൊടുക്കും. അതും പാടില്ല. അപ്പോൾ അത് നിങ്ങളുടെ കുഴപ്പമല്ലേ. ആദ്യത്തെ പ്രാവശ്യം അയാൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് വേദനിക്കും. പക്ഷെ ആ വേദനിച്ച നമ്മൾ പിന്നെയും പോയി നിന്ന് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണല്ലേ. എന്തിനാ പോയി നിന്ന് കൊടുക്കുന്നത്? അവരൊക്കെ അങ്ങനെയും ചെയ്യുള്ളൂ എന്നറിയാം അല്ലേ. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ നിന്ന് കൊടുക്കുന്നത്? നമ്മൾ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ശരിയല്ലേ. എന്നെ എൻ്റെ വീട്ടിലെ വേണ്ടപ്പെട്ട എന്നെ ക്ഷണിക്കേണ്ട ഒരാൾ എന്നെ വിവാഹം ക്ഷണിച്ചില്ല. ഞാൻ അയാളുടെ പേര് പറയുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇന്നവരാണ് അത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ, അവരത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. എന്നെ അവരുടെ വീട്ടിലെ വിവാഹം ക്ഷണിക്കാതെ മാറ്റി നിർത്തി കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തിനാണത് പറഞ്ഞിട്ട്? ആ വിവാഹം കഴിയുകയും ചെയ്തു, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെ മകളുടെ വിവാഹം നിങ്ങൾ വിളിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ പറയില്ല. ഇപ്പം ചിലപ്പോൾ ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് വിളിക്കണം എന്ന് തോന്നിയാലോ, അതൊക്കെ അവരുടെ ചിലപ്പോൾ അപ്പോൾ അവർ വരാതിരുന്ന് നിങ്ങൾക്ക് വിഷമം തോന്നൂലേ? വിഷമം തോന്നും. അതുകൊണ്ട് ഞാൻ വിളിക്കണോ എന്നുള്ളത് അപ്പം തീരുമാനിക്കും എന്ന് ഞാനും പറഞ്ഞു. കാരണം എനിക്ക് മനസ്സിലായി, ചില ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ വെറുതെ വിഡ്ഢികളാക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. നമുക്ക് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് എന്താണോ തോന്നുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് എൻ്റെ മന്ത്രം കേട്ടോ. നിങ്ങൾക്കും അത് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എടുത്തു. ഈ നിമിഷം നിങ്ങളോട് എന്ത് പെരുമാറുന്നു അതാണ് നിങ്ങൾ കണക്കാക്കേണ്ടതും ചെയ്യേണ്ടതും. ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴാണ് നമുക്ക് ആ പ്രയാസങ്ങൾ ഒരു കല്ല് പോലെ. ഒരു ഉദാഹരണം ഞാൻ പറയാവേ. ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ കയ്യിൽ കുറച്ച് നേരം പിടിച്ചു നോക്കും. ഒരു ഗ്ലാസ് വെള്ളമല്ലേ, കുറച്ച് നേരം പിടിക്കാൻ നേരം നമ്മൾ പിടിക്കും. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചില്ലിൻ്റെ ഗ്ലാസ്സാണേ. അപ്പം നമ്മളുടെ കോൺസെൻട്രേഷൻ ചെയ്യും. ഇത് താഴെ വീണ് പൊട്ടാൻ പാടില്ല, കോൺസെൻട്രേഷൻ പോകും. അപ്പം നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ കൈയുടെ ഇവിടെ വേദനിക്കാൻ തുടങ്ങും. വേദനിച്ച് ഇത് എങ്ങനെയെങ്കിലും താഴെ വെച്ചാൽ മതി. ഒരു ഗ്ലാസ് വെള്ളമാണ്. നമുക്ക് ഇങ്ങനെ പിടിക്കാൻ എത്ര നേരം വെള്ളം നമ്മൾ പിടിക്കുന്ന ഗ്ലാസ്സുകൾ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ആ കോൺസെൻട്രേഷൻ അത് ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ആ കോൺസെൻട്രേഷനിൽ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുമെന്നറിയോ, അത് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ് മീ ടെൽ യു, യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ വെൻ യു ബാലൻസ് യുവർ ലൈഫ്. ഒരുപാട് ഭാരങ്ങളെടുത്ത് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ കഴിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആ ഭാരം താഴെ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ കൈ മൂവ്മെൻറ്റും നിങ്ങളുടെ ബാലൻസിങ്ങും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നടത്താൻ പറ്റും. ഇതിപ്പം ഞാൻ എന്താ കൂനിക്കൂടിയാണോ ഇരുന്നേ? നേരെ ഇരിക്കട്ടെ. ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം കേട്ടോ. കുറച്ച് പുറകോട്ട് പോകേണ്ടതായിരുന്നു അല്ലേ, തല കട്ടായി പോകും തോന്നുന്നു. പോട്ടെ. സോ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ലാഘവം, നമ്മുടെ മനസ്സ് ലഘുവായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ കണ്ട് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനും പാടില്ല. അപ്പോൾ ചോദിക്കും, ചേച്ചി അത് സെൽഫിഷ് അല്ലേ? നിങ്ങളെ തന്നെ സ്നേഹിക്കൂ എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ തന്നെ സ്നേഹിച്ചാൽ സെൽഫിഷ്നെസ് അല്ല. നിങ്ങൾ തന്നെ സ്നേഹിക്കൂ. അത് നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ നിന്നു കൊടുക്കല്ലേ. നിങ്ങളെ ആരെങ്കിലും അവഹേളിക്കുമ്പോൾ നിങ്ങളല്ലാതെ പിന്നെ വേറെ ആര് പറയും അല്ലേ? ആരും ഒരാൾ പറയുന്നുണ്ടായിരുന്നു, എല്ലാം എപ്പോഴും നിങ്ങളെ പറ്റിയാണല്ലോ പറയുന്നത്. ഷെടാ, എന്നെപ്പറ്റി ഞാനല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും ഒന്ന് പറയൂ? ആരും പറയില്ല, ഞാൻ തന്നെ പറയണം. ബ്ലോയിങ് യുവർ ഓൺ ഹോൺ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ തന്നെ നമ്മുടെ കൊമ്പ് ഊതി കേൾപ്പിക്കുക എന്ന്. അതാണ് ചില സമയത്ത് അത് വേണ്ടി വരും. അതിനെ പൊങ്ങച്ചെന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പൊങ്ങച്ചാണെങ്കിൽ പൊങ്ങച്ചും. ഒരു കുട്ടി, ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ കാലത്ത് എനിക്ക് 14,000 ഫോളോവേഴ്സൊക്കെ ഉള്ള സമയത്ത് എന്നും വന്നതിനെ ചീത്ത വിളിക്കുമായിരുന്നു. എനിക്ക് ഇവരെ കണ്ടുകൂടാ, വന്നിരുന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, കണ്ണടിച്ചിരുന്നുള്ളൂ എന്നെ കാണുമ്പോൾ. എന്നെ നിങ്ങൾ കാണണ്ട, നിങ്ങൾ അതിനകത്ത് എന്നെ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചോളൂ, അപ്പോൾ എൻ്റെ വീട് വരില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അതിൻ്റെ ഇടയിൽ നിന്ന് പറയണേ, ഞാൻ ബ്ലോക്ക് ചെയ്യണ വേണ്ടിയെന്ന് ഞാൻ തീരുമാനിക്കും, നിങ്ങളാരും എന്നോട് പറയാം. അതായത് ഈ വഴി പോകാനും സമ്മതിക്കില്ല, ആ വഴി പോകാനും സമ്മതിക്കില്ല. ഈ കാലത്ത് ഈ ഇൻസ്റ്റഗ്രാമും ഇങ്ങനെയുള്ള ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ കൊണ്ടുവന്ന് തരുന്ന ഒരു ഫെയിം ഉണ്ടല്ലോ, അതിൽ വളരെ പെട്ടെന്ന് ആളുകൾ ജലസിയും ആകുന്നുണ്ട്. അതായത് ആളുകൾക്ക് നമ്മളോട് ജലസിയും തോന്നുന്നുണ്ട്. വേണ്ടെന്നേ, എന്തിനാണ്? നിങ്ങൾക്കും ആവാം ഇതെല്ലാം, എനിക്കാവാമെങ്കിൽ നിങ്ങൾക്കും ആവാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ പൂവ് ഉണ്ടാകുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല ഉണ്ടായേക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ഈ പൂവിനെ കണ്ട് ആസ്വദിക്കാം അല്ലേ? അതിന് നിങ്ങൾക്കൊരു നല്ല ഭംഗിയുള്ള മുഖം വേണമെന്നോ, നല്ല ശരീരം വേണമെന്നോ, നല്ല കളർ വേണമെന്നോ, നല്ല ക്യാരക്ടർ വേണമെന്നോ, നിങ്ങൾ നല്ല ആളായിരിക്കണമെന്നോ ഒന്നുമില്ല. നേച്ചർ തരുന്നതാണ് ഇത്. മഴ പെയ്യുന്നത് ഒരു ബാഡ് പേഴ്സണിന് വേണ്ടിയിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന് മഴ എടുക്കാൻ പാടില്ല, പണക്കാർക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. എല്ലാവരും തുല്യരാണ് പ്രകൃതിയുടെ മുമ്പിൽ. സോ ദൈവത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും ആ ഒരൊറ്റ
ഒറ്റ കോൺസെപ്റ്റിൽ മുമ്പോട്ട് പോയാൽ മതി. ടേക്ക് അവേസ്, ടേക്ക് തിങ്സ് ആസ് ഇറ്റ് ഈസ്. അതേപോലെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഇനിയൊരു സഹജീവി എന്ന് കണ്ടാൽ മാത്രം മതി. അവർക്കും നല്ല ആഭരണങ്ങൾ ധരിക്കാനോ ആഗ്രഹം ഉണ്ടാവും, നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അതിലൊന്നും തെറ്റില്ല, അതിലൊന്നും തെറ്റ് കാണാതിരുന്നാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. ചേച്ചി എങ്ങനെയാണ് സന്തോഷവതിയായിരിക്കുന്നത്, എങ്ങനെയാണ് ആളുകൾ ചേച്ചിയെ അപമാനിച്ചാൽ എങ്ങനെയാണ് ചേച്ചി മുമ്പോട്ട് പോകുന്നത്, എങ്ങനെയാണ് ചേട്ടനുമായിട്ടുള്ള ജീവിതം നന്നായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഉത്തരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്താൽ മതി. പിന്നെ അരവിന്ദേട്ടന് അമ്മയെ എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും ദേഷ്യത്തിനോ ഈ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹം മോളോടെ ഉള്ളെന്ന് ഞാൻ പറഞ്ഞാൽ ആ ചേട്ടൻ അപ്പം പറയും സ്വാഭാവികം എന്ന് പറയുമായിരുന്നു പണ്ടേ. നിൻ്റെ അമ്മയ്ക്ക് നിന്നോടല്ലേ സ്നേഹം എന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് എൻ്റെ മോള് ജീവനാണല്ലോ, അതേപോലെ ആയിരിക്കും അവർക്ക് അവരുടെ മകളും. പക്ഷേ ആ മകള് ഈ അമ്മയെ ഒരുപാട് ദ്രോഹിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ അമ്മയ്ക്ക് ആ സ്നേഹം ഒരിക്കലും പോകില്ല. ആ മകളെ ദ്രോഹിക്കുന്നുണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെ കേട്ടോണ്ട് വരും ചിലരൊക്കെ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ഇപ്പം എൻ്റെ മകൾ എന്നോട് നല്ലപോലെ ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് അവളോട് ദേഷ്യം തോന്നില്ല. കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് മാറും. അമ്മയും മകളില്ല, അല്ലെങ്കിൽ ഞാൻ നല്ലപോലെ ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ദേഷ്യം തോന്നുമോ? ഒരിക്കലുമില്ല. എൻ്റെ അമ്മേനെ അവർക്കില്ല. അതേപോലെ തന്നെയാണ് ആ അമ്മായിയമ്മയുടെ മകളും തമ്മിൽ നമ്മൾ വിചാരിച്ചാൽ മതി. അത്രേ ഉള്ളൂ കാര്യം. പുട്ട് യുവർ സെൽഫ് ഇൻ ദെയർ ഷൂസ്. എമ്പതി എന്ന് പറയുന്ന സാധനം ഇത്രയൊക്കെ ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. ഞാൻ കുറേ കാണുന്നുണ്ട് ആളുകൾ മറ്റുള്ളവരെ വലിച്ചു താഴ്ത്തിയിടാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ കാര്യങ്ങളിൽ കയറി കടന്നുകൂടി നീ ഇങ്ങനെ പറയണം, നീ ഇങ്ങനെ സംസാരിക്കണം, നീ നിൻ്റെ യൂട്യൂബ് ചാനലിൽ നീ ഇങ്ങനെയേ പറയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. ഡോണ്ട് ഹീറ്റ് ടു ദം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചാനൽ തുടങ്ങുന്നതോ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. യു ഡു വാട്ട് എവർ യു വാണ്ട്. ഡോണ്ട് ബെൻഡ് ഇറ്റ് ലൈക്ക് എ ബെക്കാം. കേട്ടിട്ടുണ്ടോ അത്? ബെൻഡ് ഇറ്റ് ലൈക്ക് എ ബെക്കാം എന്ന് പറഞ്ഞൊരു മൂവിയും ഉണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുട്ബോളറാണ് ആ പുള്ളിക്കാരൻ. ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഒരുപാട് ഫ്ലെക്സിബിൾ ആവരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്ലെക്സിബിൾ ആകുക, മറ്റുള്ളവർക്ക് വേണ്ടി ഫ്ലെക്സിബിൾ ആവാതിരിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എന്താണ് മാവ ഭയങ്കര സിമ്പിളാണെന്ന് പറയുന്നുണ്ട്. പ്രേമ സിനിമയിലെ ജാവ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ വിനയ് ഫോർട്ടില്ലേ, പുള്ളിയുടെ കഥാപാത്രം. പുള്ളിക്ക് ഭയങ്കര ക്രഷാണല്ലോ സായി പല്ലവിയുടെ കഥാപാത്രത്തിനോട്, മലർ മിസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്കും പുള്ളിയുടെ കോൺസെൻട്രേഷൻ പോയിട്ട് മാവ ഭയങ്കര സിമ്പിളാണെന്ന് പറയും. പുള്ളിക്കാരി തന്നെ നോക്കിയിട്ട് ജാവ എന്ന് പറഞ്ഞ പോലെ ലൈഫ് ഇസ് വെരി സിമ്പിൾ ഇഫ് യു ടേക്ക് ഇറ്റ് ഇൻ ദ കറക്റ്റ് സെൻസ്, കറക്റ്റ് വേ. ഒരാൾ നിങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ലെറ്റ്. ഒരാൾ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ലെറ്റ്. പക്ഷേ പിന്നെ നിങ്ങൾ അയാളുടെ വഴിയിലേക്ക് കുറുകെ ചാടാതിരിക്കാൻ നോക്കുക. നിങ്ങൾ വഴിമാറി നടന്നോളൂ. അവർ നടന്ന് പറഞ്ഞോട്ടെ. ഡോണ്ട് ബി ഡിസ്ഹാർട്ടൻഡ് ബൈ ദെയർ വേർഡ്സ് അല്ലെങ്കിൽ ദെയർ ഡീഡ്സ്. അങ്ങനെ ഒരു ദം അവിടെ ഉണ്ടെങ്കിൽ ലെറ്റ് ദം. കാരണം എന്താണെന്നറിയോ? അതാണ് നമ്മുടെ മെൽ റോബിൻസിൻ്റെ തിയറി പറയുന്നത്, ലെറ്റ് ദം തിയറി. കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ആ ബുക്ക്, ലെറ്റ് ദം. ഈ ബുക്ക് നിങ്ങൾ വായിക്കൂ കേട്ടോ. ഇതാണ് ഈ 2 സിമ്പിൾ വേർഡ്സ് മതി നമ്മുടെ ലൈഫ് മാറാനായിട്ട്. ഞാൻ ഒരുപാട് മാറിയത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഹൗ ടു തിങ്ക് അബൌട്ട് യുവർ എൻറ്റയർ ലൈഫ് എന്ന് ഈ ബുക്ക് പറഞ്ഞുതരും. ഇത് തന്നെയാണ് എൻ്റെ മന്ത്രവും. ഞാനിത് വായിച്ചത് കൊണ്ടാണ് ഇപ്പം മാറിയതെന്നല്ല, ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെയായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, ദിസ് ഇസ് മൈ ലൈഫ്, ഐ വിൽ live my life as I want. അങ്ങനെ ആയിരിക്കണം. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ. ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ. അപ്പോൾ ഈ ബുക്ക് ഇതിനകത്തൊരു ഇതിൽ എഴുതിയിരിക്കുകയാണ്, ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് ടു അച്ചീവ് യുവർ ഗോൾസ് ഓർ ഫീൽ എ ലിറ്റിൽ ഹാപ്പിയർ, ദ പ്രോബ്ലം ഇസ്ൻറ്റ് യു, ദ പ്രോബ്ലം ഈസ് ദ പവർ യു ഗിവ് ടു അതർ പീപ്പിൾ. അതായത് നമുക്ക് പറ്റുന്നില്ല നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും അതുപോലെ ഒട്ടും സന്തോഷവും തോന്നുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്, അല്ലാതെ മറ്റുള്ളവരുടെ കുഴപ്പമല്ല. കാരണം നിങ്ങൾ ആ പവർ വേറൊരാളുടെ കയ്യിലേക്ക് കൊടുത്തിട്ടാണ്. നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ അരവിന്ദേട്ടൻ കൊണ്ടുവന്ന് എനിക്ക് ഈ പൂ മേടിച്ച് തന്നാലേ ഞാൻ സന്തോഷമാകുള്ളൂ എന്ന് എനിക്കില്ലായിരുന്നു. ഞാൻ ഈ പൂ സ്വന്തമായിട്ട് മേടിച്ച് അദ്ദേഹത്തിന് കൊടുക്കുകയും ഞാൻ ആസ്വദിക്കുകയും ചെയ്തപ്പോഴും എനിക്ക് സന്തോഷം കിട്ടി. സിമ്പിൾ തിങ്. അതാണ് ഞാൻ ഈ പൂവും കൊണ്ടുവന്നത് നേരത്തെ കേട്ടോ. ഒരു എക്സാമ്പിൾസ് ഒക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങുമല്ലോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. എന്നെ ഇന്നലെ ഒരുപാട് പേര് വിഷ് ചെയ്തു. എൻ്റെ കല്യാണ ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിന് മുമ്പ് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലിടാമെന്ന് വിചാരിച്ചു. ഇതിലിടണമെങ്കിൽ ഞാൻ ഇടാം, ഒന്നുകൂടെ ഇടാം, ബോറടിക്കില്ലല്ലോ.
ജയലക്ഷ്മിയിൽ നിന്ന് വാങ്ങിച്ച സാരിയൊക്കെ കൊടുത്ത് ഭീമ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ച ജ്വൽസൊക്കെ ഇട്ട് അന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ നല്ലൊരു നവോഢയായിട്ട് ഒരുക്കി വിട്ടു. ഇത്രയും വർഷം ഞാനത് കാത്തു സൂക്ഷിച്ചു. എൻ്റെ വിൻ്റണൻ്റെ കൂടെ നല്ലപോലെ ജീവിച്ചു. എല്ലാവരുമായി എനിക്ക് സംതൃപ്തിയാണുള്ളത്. ശരിയാണ്, 2 കാര്യങ്ങളിൽ ഞാൻ തോറ്റുപോയിട്ടുണ്ട്. വിൻ്റണിൻ്റെ സിബ്ലിങ്സിൻ്റെ മനസ്സിലേക്ക് എനിക്ക് ഇടം നേടാൻ സാധിച്ചിട്ടില്ല. ഞാൻ ലെറ്റ് മീ ടെൽ യു ദറ്റ് ഫ്രാങ്ക്ലി ഓവർ ഹിയർ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലെറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് അതിൽ കയറാൻ അവർ സ്ഥലം തരുന്നില്ല എങ്കിൽ ലെറ്റ് ഓക്കെ. അവർ തരാത്ത സ്ഥലത്തേക്ക് ഞാൻ ഇടിച്ച് കയറിയാൽ ഞാൻ ട്രെസ്പാസർ ആവില്ലേ? സോ ലെറ്റ് എന്നാൽ ഞങ്ങൾ ഹാപ്പി ആണെങ്കിൽ അത് മതിയല്ലോ. നിങ്ങൾ പറയൂ. ഓക്കെ, സോ ചിയേഴ്സ് ടു ഓൾ ഓഫ് യു. ബി ഹാപ്പി. ബൈ.